നമ്മുടെ DHS നഴ്സിംഗ് ഓഫീസർ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഈ വർഷം 2026 ഡിസംബറോടെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക അല്ലെ. ഒപ്പീനിയൻസ്, നോളജ് അല്ലെ, അവിടെ നിലനിൽക്കുന്ന കണ്ടീഷൻസിനെയും ഒപ്പീനിയൻസിനെയും നോളജിനെയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റഡീസിനാണ് നമ്മൾ എന്ത് പറയുക, BP. നമ്മൾ ഒരേ മെഷീൻ വെച്ചിട്ട് നമ്മൾ പല പ്രാവശ്യം നോക്കുമ്പോൾ ഇതുപോലെ ഏകദേശം അടുത്തുള്ള വാല്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടുക എങ്കിൽ നമ്മൾ എന്ത് പറയും, എങ്ങനെയാണ് നമുക്ക് ആവറേജ് കിട്ടുക, സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെ. നോക്കിയപ്പം 2, 4, 6 അങ്ങനെ 3 വാല്യൂസ് നമുക്ക് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ 3 എണ്ണത്തിനെയും ആഡ് ചെയ്യുക അല്ലേ. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എച്ച് അക്കാഡമി. നമ്മുടെ DHS നഴ്സിംഗ് ഓഫീസർ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഈ വർഷം 2026 ഡിസംബറോടെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക അല്ലേ. സോ നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എക്സാമും പ്രതീക്ഷിക്കാം. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പഠനം അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. അതായത് നമുക്ക് നന്നായിട്ട് പഠിച്ചു തീർക്കാൻ കഴിയും. സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണല്ലേ, ആ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ അല്ലെ, നമുക്ക് പല പ്രാവശ്യം റിവൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിന് വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും ഇപ്പോഴൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നല്ല ഒരു സ്കോറും നല്ലൊരു റാങ്കും ഒക്കെ ലഭിക്കാം. അതുവഴി നമുക്ക് നല്ലൊരു ജോലി ലഭിക്കും അല്ലെ. യൂഷ്വലി ഈ പറയുന്ന നമ്മുടെ നഴ്സിംഗ് ഓഫീസർ പോലുള്ള എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ സാധാരണ പറയുന്ന പരാതിയാണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് റിസർച്ച്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് അല്ലെ, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ യൂഷ്വലി പഠിച്ചാൽ തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം പെട്ടെന്ന് മറന്നു പോകാം. അതും അല്ലെങ്കിൽ പഠിച്ചിട്ട് നമ്മൾ പോകുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല എക്സാമിന് പോകുമ്പോൾ അവിടെ ലഭിക്കാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ, നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. അതിലേറെ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു എക്സാം പാറ്റേൺ നമ്മൾ അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ആക്ച്വലി ഈ വീഡിയോയിൽ കൂടെ നമ്മൾ കവർ ചെയ്യുന്നത് തൊട്ട് മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ DHS നഴ്സിംഗ് ഓഫീസർ എക്സാമിനേഷൻ ചോദിച്ച നഴ്സിംഗ് റിസർച്ചിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആ ക്വസ്റ്റ്യനെ വായിക്കണം, എങ്ങനെ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. കൂടാതെ നിങ്ങൾക്ക് സപ്പോസ് ഇപ്പോൾ ഈ വീഡിയോ കാണാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ സേവ് ഫോർ ലേറ്റർ വയ്ക്കുക. പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കൃത്യമായിട്ട് സമയം എടുത്ത് തന്നെ വീഡിയോ കാണുക. ഇതുപോലെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവും അല്ലേ, അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. കാരണം നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചാനലിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമുക്ക് സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ DHS നഴ്സിംഗ് ഓഫീസറിന് ചോദിച്ച നഴ്സിംഗ് റിസർച്ചിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. നോക്കി ആദ്യത്തെ ക്വസ്റ്റ്യൻ, the survey research design which examines the relationship between variables അല്ലെ. ഇവിടെ പറയുന്നുണ്ട് നോക്കി, ഇവിടെ റിസർച്ച് ഡിസൈൻ എന്താണ് നോക്കിയോ, സർവേ റിസർച്ച് ഡിസൈൻ ആണ്. ഇതെന്താ ചെയ്യുക, ഇത് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ എക്സാമിൻ ചെയ്യുക അല്ലെ, വിച്ച് എക്സാമിൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് കേട്ടോ. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡി ആണ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചേക്കുക. നോക്കിയ ഓപ്ഷൻ ഈസ് കമ്പാരറ്റീവ് സ്റ്റഡി, ബി ഈസ് കോറിലേഷണൽ സ്റ്റഡി, C is descriptive survey and option D is methodological studies. എന്തായിരിക്കാം കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? നോക്കി, ഇതാണ് സർവേ റിസർച്ച് ഡിസൈൻ ആണ്. ഇവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആണ് എക്സാമിൻ ചെയ്യുക. അപ്പം അത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡി ആയിരിക്കാം? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ശരിക്കും ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എനിക്ക് രണ്ടോ അതിലധികമോ വേരിയബിൾസ് ഉണ്ടാകാം. അതിലെന്താ ചെയ്യുക, ഈ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യൽ. അപ്പം അതേത് സ്റ്റഡി ആയിരിക്കാം? യെസ്, അത് ഓപ്ഷൻ ബി ആണ്. അത് കോറിലേഷണൽ സ്റ്റഡീസ് ആയിരിക്കും അല്ലെ. ഓപ്ഷൻ ബി കോറിലേഷണൽ സ്റ്റഡീസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാവേ എന്തുകൊണ്ട് ഈ കോറിലേഷണൽ സ്റ്റഡീസ് ആൻസർ വന്നു, ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് വന്നില്ല എന്ന് നോക്കാം. ഓക്കെ, എന്താണ് കോറിലേഷണൽ സർവേ റിസർച്ച് ഡിസൈൻ എന്ന് പറയുക? സോ ബേസിക്കലി ഇറ്റ്സ് യൂസ് ടു എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ഓർ അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more variables without manipulating them. നോക്കിക്കേ, നമുക്ക് യൂഷ്വലി വേരിയബിൾസ് നമുക്കറിയാലേ, വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ക്യാൻ വേരി അല്ലേ, ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് മാറി വരാവുന്ന പാരാമീറ്റേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക, വേരിയബിൾസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ സപ്പോസ് നോക്കിയേ, ഈ വേരിയബിൾസിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, നോക്കിയേ വേരിയബിൾസിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, അതിന് നമ്മൾ പിന്നെ എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്നാണ് പറയുക. അതിന് നമ്മൾ എന്താണ്, എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്നാണ് പറയുക അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ പിന്നെ ഇതിനെ വേരിയബിൾസിനൊന്നും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുക, 2 അതിലധികമോ വേരിയബിൾസ് അല്ലെ, വേരിയബിൾസ് അതിന്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തമ്മിലുള്ള അസോസിയേഷൻ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുക. എന്താണ് ഈ കോറിലേഷണൽ
സർവേ റിസർച്ച് ഡിസൈനിൽ നമ്മൾ ചെയ്യുക. ക്ലിയർ ആണോ? നമുക്ക് ഇവിടെ നോക്കാം. ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി നോക്കിയാലോ. ഇഫ് എ റിസർച്ചർ വാണ്ട്സ് ടു ഡിറ്റർമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ലെവൽ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് നഴ്സസ്. അല്ലെ നോക്കി, ഇവിടെ രണ്ട് വേരിയബിൾസിൽ ഒന്ന് വേരിയബിൾ വൺ എന്താണ്? വേരിയബിൾ 1 സ്ട്രെസ് ലെവൽ ആണ്. രണ്ടാമത്തേത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, അപ്പൊ നോക്കി ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പഠിക്കുന്നതാണ് എന്താണ് ഈ പറഞ്ഞ കോറിലേഷണൽ സ്റ്റഡിക്ക് എക്സാമ്പിൾ ആയിട്ട് വരിക. എനിക്ക് പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ വെദർ ദ വേരിയബിൾസ് ആർ റിലേറ്റഡ്. അതായത് ഈ പറഞ്ഞ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, അതായത് ഈ രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളതാണ് ഈ സ്റ്റഡിയിൽ കൂടെ പഠിക്കാനായിട്ട് റിസർച്ചർ ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഇതാണ് കോറിലേഷൻ സർവേ റിസർച്ചിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും കേട്ടോ. നോക്കിയേ, നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഒന്ന് പരിശോധിച്ചാലോ. ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു? കമ്പാരിറ്റീവ് സ്റ്റഡി. അല്ലെ, കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് വിൽ ഹെൽപ് ടു ഓർ ദാറ്റ് വിൽ ബി ഡൺ ടു കമ്പയർ ദ ഗ്രൂപ്പ്സ്. അല്ലെ, നോക്കി പല ഗ്രൂപ്പ്സ് ഉണ്ടാവും, ആ ഗ്രൂപ്പ്സിനെ കമ്പയർ ചെയ്യാനായിട്ട് ചെയ്യുന്ന സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുക? കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുക. ഡിറ്റർമിൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 or more ഗ്രൂപ്പ്സ്, 2 ഗ്രൂപ്പോ അതിലധികമോ ഉള്ള ഗ്രൂപ്പുകളെ എന്താണ് അതിന്റെ ഡിഫറൻസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റഡിയാണ് കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുക. രണ്ടാമത്തേത് നോക്കി എന്താണ്? കോറിലേഷണൽ സ്റ്റഡീസ്. അല്ലെ, എന്താണ്? കോറിലേഷണൽ സ്റ്റഡീസ് നമ്മൾ കണ്ടു അല്ലെ. ദാറ്റ് വിൽ ഹെൽപ് ടു എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അല്ലെ, അവിടെ വേരിയബിൾസ് ഉണ്ടാകും, വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുക? കോറിലേഷണൽ സ്റ്റഡീസ് എന്ന് പറയുക. ഡിറ്റർമിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ഡിസ്ക്രിപ്റ്റീവ് സർവേ. നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് സർവേ എന്താണ്? നമ്മൾ കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെ, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ക്രിപ്റ്റീവ് സർവേ എന്ന് പറയുക. നോക്കി, ഡിസ്ക്രൈബ്സ് ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്, ഒപ്പീനിയൻസ്, നോളജ്. അല്ലെ, അവിടെ നിലനിൽക്കുന്ന കണ്ടീഷൻസിനെയും ഒപ്പീനിയൻസിനെയും നോളജിനെയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റഡീസിനാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ക്രിപ്റ്റീവ് സർവേ എന്ന് പറയുക. നോക്കി, നാലാമത്തേത് മെത്തഡോളജിക്കൽ സ്റ്റഡീസ്. കേട്ടോ, നിങ്ങൾ പലരും അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്തൊരു ടേം ആണല്ലേ. എന്താണ് മെത്തഡോളജിക്കൽ സ്റ്റഡീസ്? എന്താണ് ബേസിക്കലി പറയുന്ന മെത്തഡോളജിക്കൽ സ്റ്റഡീസ് ചെയ്യുക? നോക്കി, ഹെൽപ് ടു ഡെവലപ്പ് ഓർ ടെസ്റ്റ് ദ മെത്തേഡ്സ്. അല്ലെ, നോക്കി അപ്പം ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൂൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എങ്കിലൊക്കെ നമ്മൾ എന്താണ് ഈ പറയുന്ന മെത്തഡോളജിക്കൽ സ്റ്റഡി ഡിസൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നോക്കി, ഡെവലപ്സ് ഓർ ഇവാലുവേറ്റ് ദ റിസർച്ച് ഇൻസ്ട്രുമെന്റ്സ്. നോക്കി, നമുക്ക് റിസർച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അത് ഉണ്ട് എങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇനി സപ്പോസ് നോക്കിയാൽ ഒരു എന്തെങ്കിലും ഒരു പാരാമീറ്റർ, സപ്പോസ് ഒരു സ്ട്രെസ് അസസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂള് ഇല്ല അല്ലെ, ഒരു റിസർച്ച് ഇൻസ്ട്രുമെന്റ് ഇല്ല എങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡിയാണ് എന്താ? മെത്തഡോളജിക്കൽ സ്റ്റഡി എന്ന് പറയട്ടെ. അപ്പം ഡെവലപ്പ് ഓർ ഇവാലുവേറ്റ് റിസർച്ച് ഇൻസ്ട്രുമെന്റ്, സ്കെയിൽസ് ഓർ മെത്തേഡ്സ്, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ ടൂളിനാണ് നമ്മൾ എന്ത് പറയുക? മെത്തഡോളജിക്കൽ കേട്ടോ, സ്റ്റഡീസിനാണ് നമ്മൾ മെത്തഡോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുക കേട്ടോ. അപ്പൊ നമ്മൾ 4 ഓപ്ഷൻസും അവിടെ ഡിസ്കസ് ചെയ്തു കേട്ടോ. നോക്കിയാൽ അടുത്ത വളരെ കോമൺ ആയിട്ട് മിക്കവാറും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. Ability of a research instrument to obtain the same data when administered repeatedly. അല്ലെ, നോക്കിയേ. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താണ്? ഒരു റിസർച്ച് ഇൻസ്ട്രുമെന്റ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സപ്പോസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് നമ്മൾ കൊടുക്കുകയാണ്, നമ്മുടെ സ്റ്റഡി സബ്ജക്ട്സിന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് യൂഷ്വലി സെയിം ഡേറ്റ അല്ലെങ്കിൽ അതുപോലത്തെ ഡേറ്റയാണ് നമുക്ക് വീണ്ടും കിട്ടണം അല്ലെ. സോ ആ ഒരു റിസർച്ച് ഇൻസ്ട്രുമെന്റിന്റെ കഴിവിന് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെ നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ എ ഈസ് വാലിഡിറ്റി, ഓപ്ഷൻ ബി ഈസ് ഫീസിബിലിറ്റി, ഓപ്ഷൻ സി ഈസ് റിലയബിലിറ്റി, ഓപ്ഷൻ ഡി ഈസ് ഒബ്ജക്ടിവിറ്റി. എന്താണ്? അതായത് നമ്മൾ ഒരു റിസർച്ച് ഇൻസ്ട്രുമെന്റ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഡേറ്റ തന്നെ, സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയാണ് എങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി എന്താണ് നമ്മൾ പറയുക? യെസ്, എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് പറയുക? എന്താണ്? ഒന്ന് കമന്റ് ചെയ്യാവോ? യെസ്, ഓപ്ഷൻ സി അല്ലെ, റിലയബിലിറ്റി ആണ് അല്ലെ, റിലയബിലിറ്റി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഓപ്ഷൻസും നമുക്ക് അനലൈസ് ചെയ്ത് പോകാം. നോക്കിയേ, എന്താണ് ആദ്യമായിട്ട് നോക്കുക? എന്താണ് വാലിഡിറ്റി എന്നുള്ളതാണ് അല്ലെ. നോക്കിയേ, ദ എക്സ്റ്റെന്റ് ടു വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു മെഷർ. അതായത് നോക്കി, നമ്മളിപ്പോ ഓക്കെ ഒരു റിസർച്ച് ഇൻസ്ട്രുമെന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു അല്ലെ. ഒരു റിസർച്ച് ഇൻസ്ട്രുമെന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അത് വെച്ച് ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ശരിക്കും നമ്മൾ എന്തിനു വേണ്ടിയാണോ ആ റിസർച്ച് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ റിസർച്ച് ടൂൾ ഡെവലപ്പ് ചെയ്തത്, സോ ആ പെർട്ടിക്കുലർ അട്രിബ്യൂട്ട് തന്നെ നമുക്ക് അത് വെച്ച് മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതിനാണ് നമ്മൾ എന്ത് പറയുക? അതിനാണ് വാലിഡിറ്റി എന്ന് പറയുക. എക്സാമ്പിൾ നോക്കിയേ, എ ഡിപ്രഷൻ സ്കെയിൽ ഷുഡ് ആക്ച്വലി മെഷർ ഡിപ്രഷൻ, നോട്ട് ആങ്സൈറ്റി ഓർ ജനറൽ സ്ട്രെസ് അല്ലെ. നമ്മൾ നോക്കി, ഇപ്പൊ സപ്പോസ് നമുക്ക് ഒരു ഡിപ്രഷൻ സ്കെയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്നിരിക്കട്ടെ അല്ലെ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഡിപ്രഷൻ സ്കെയിൽ ഡെവലപ്പ് ചെയ്യുക? ഈ ഡിപ്രഷന്റെ തോത് എന്തോരമുണ്ട് എന്ന് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. അപ്പൊ നോക്കി,
ഒരു ഡിപ്രഷൻ സ്കെയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ആക്ച്വൽ ആയിട്ട് ഡിപ്രഷനെ തന്നെ അത് അസസ് ചെയ്യണം, ആങ്സൈറ്റിയോ ജനറൽ സ്ട്രെസ്സോ ഒന്നും അല്ല. അപ്പൊ നോക്കിയാൽ ഒരു ടൂളിന്റെ ആക്യുറസി കേട്ടോ, ഒരു ആക്യുറസി ഓഫ് എ ടൂളിനാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ വാലിഡിറ്റി അല്ലെ, നമ്മൾ വാലിഡിറ്റി എന്ന് പറയുക. നെക്സ്റ്റ് ഫീസിബിലിറ്റി അല്ലേ. ഫീസിബിലിറ്റി എന്താണ് ഫീസിബിലിറ്റി എന്ന് പറയുക? നമ്മൾ യൂഷ്വലി പറയാറുണ്ടല്ലേ, ഇപ്പൊ ഒരു സ്റ്റഡി നമ്മൾ പറയുകയാണെങ്കിൽ ഈ സ്റ്റഡി ഇവിടെ സാധ്യമാകുമോ, അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ അല്ലെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, അതിനാണ് ഫീസിബിലിറ്റി എന്ന് പറയുക. എന്താണ് ഫീസിബിലിറ്റി? എക്സ്റ്റെൻഡ് ടു വിച്ച് റിസർച്ച് ഇൻസ്ട്രുമെന്റ് ഓർ സ്റ്റഡി ഈസ് പ്രാക്ടിക്കൽ, കൺവീനിയന്റ് ആൻഡ് പോസിബിൾ ടു യൂസ്. അതായത് നമ്മളിപ്പോൾ നോക്കിയാൽ ഒരു സ്റ്റഡി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതല്ല നമ്മളൊരു റിസർച്ച് ഇൻസ്ട്രുമെന്റ് ആണ് ഡെവലപ്പ് ചെയ്ത് അതാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു റിസർച്ച് ഇൻസ്ട്രുമെന്റ് ഈ ഒരു സെറ്റിംഗിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയുമോ അല്ലെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ഫീസിബിലിറ്റി എന്ന് പറയുക. എന്ന് വെച്ചാൽ നോക്കി, ഇപ്പൊ നമ്മൾ ഒരു മേ ബി ഒരു പെയിൻ അസസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തു എന്നിരിക്കട്ടെ, നമുക്ക് ആക്ച്വലി നമ്മൾ പേഷ്യന്റ് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അത് യൂസ് ചെയ്യാൻ കഴിയുമോ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ഫീസിബിലിറ്റി എന്ന് പറയുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എ ക്വസ്റ്റ്യനെയർ ദാറ്റ് ടേക്സ് ഓൺലി 5 minutes ഈസ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് can easily be administered to 500 nurses has good feasibility. അതായത് നമ്മളിപ്പോൾ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തു, അതൊരു ക്വസ്റ്റ്യനർ ആണ് എന്നിരിക്കട്ടെ, അത് നമുക്ക് ഒരു 5 minute കൊണ്ട് നമുക്ക് 500 nurses-ന്, അതായത് ലൈക്ക് നമുക്കൊരു 5 minute കൊണ്ട് അത് യൂസ് ചെയ്തിട്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് 500 nurses-ന് അത് കൊടുത്തിട്ട് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റൂലേ, അത് കുറച്ചുകൂടെ ഫീസിബിൾ ആണ്, കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആണ്. കാരണം എന്താണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് അധികം ടൈം യൂട്ടിലൈസ് ചെയ്യാണ്ട് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. നോക്കിയാൽ നെക്സ്റ്റ് റിലയബിലിറ്റി അല്ലെ. റിലയബിലിറ്റി എന്താണ് റിലയബിലിറ്റി എന്ന് പറയുക? അതായത് കൺസിസ്റ്റൻസി ഓർ സ്റ്റെബിലിറ്റി ഓഫ് എ റിസർച്ച് ഇൻസ്ട്രുമെന്റ് അല്ലെ. നോക്കിയാൽ നമുക്ക് ഒരു റിസർച്ച് ഇൻസ്ട്രുമെന്റ് ഉണ്ട് എന്നിരിക്കട്ടെ, അതിന്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റിപ്പീറ്റബിലിറ്റി അല്ലെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, റിലയബിലിറ്റി എന്ന് പറയുക. എബിലിറ്റി ടു പ്രൊഡ്യൂസ് ദ സെയിം ഓർ സിമിലർ റിസൾട്ട്സ് വെൻ റിപ്പീറ്റഡ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് കേട്ടോ. സെയിം കണ്ടീഷൻസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേപോലെ സെയിം റിസൾട്ട്സ് തന്നെയാണ് കിട്ടുക എങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, റിലയബിലിറ്റി എന്ന് പറയും. എക്സാമ്പിൾ നോക്കിയേ, എ BP മെഷർമെന്റ് ഡിവൈസ് gives reading of 120/80, 121/80 millimeters of mercury, again 120/81 millimeters of mercury when used repeatedly under same conditions അല്ലെ. ഇങ്ങനെ നമുക്ക് ഒരു പേഷ്യന്റ് തന്നെ BP നമ്മൾ ഒരേ മെഷീൻ വെച്ചിട്ട് നമ്മൾ പല പ്രാവശ്യം നോക്കുമ്പോൾ ഇതുപോലെ ഏകദേശം അടുത്തുള്ള വാല്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടുക എങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ടൂളിന് അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന് റിലയബിലിറ്റി കൂടുതലാണ് എന്ന് പറയും അല്ലെ. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഇതിനാണ് നമ്മൾ റിലയബിലിറ്റി. അപ്പം ഇവിടെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ റിപ്പീറ്റബിലിറ്റി ആണ് നമ്മൾ റിലയബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കാം. നെക്സ്റ്റ് ഒബ്ജക്ടിവിറ്റി അല്ലെ. ഒബ്ജക്ടിവിറ്റി എന്താണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയാ, നമ്മൾ പറയാറില്ലേ നിഷ്പക്ഷത എന്നൊക്കെ പറയാറുണ്ട്, അതിനാണ് നമ്മൾ ബേസിക്കലി ഒബ്ജക്ടിവിറ്റി എന്ന് പറയുക. എക്സ്റ്റെൻഡ് ടു വിച്ച് മെഷർമെന്റ് ഇസ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയസ് ഓർ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ഓഫ് ദ റിസർച്ചർ അല്ലെ. ഇപ്പൊ ഞാൻ റിസർച്ച് ചെയ്യുവാണെങ്കിൽ എന്താണ് എന്റെ പേഴ്സണൽ ബയസ് അല്ലെങ്കിൽ എന്റെ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് നമ്മുടെ ഒരു സ്റ്റഡിയിൽ അത് എന്താ ഭാഗമായിട്ട് വരരുത് അല്ലെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മെഷറിംഗ് പൾസ് റേറ്റ് യൂസിങ് സ്റ്റാൻഡർഡൈസ്ഡ് ഡിജിറ്റൽ മോണിറ്റർ gives less scope for the researcher interpretation than judging pain severity based only on observation. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ ഒബ്സർവേഷനിൽ വഴി പെയിൻ എന്തോരം ഉണ്ട് എന്നാണ് നമ്മൾ അസസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചോളൂ. സോ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ബയസ് അവിടെ വരാനുള്ള സാധ്യത ഉണ്ടല്ലേ. പകരം എന്താണ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ പൾസ് അല്ലെ, പൾസ് നമ്മളൊരു മെഷീൻ വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മോണിറ്ററിൽ ഒരു 62 ആണ് കാണുന്നതെങ്കിൽ അതിൽ പിന്നെ യാതൊരു ചേഞ്ചും വരാൻ സാധ്യതയില്ല അല്ലെ, അല്ലെങ്കിൽ ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുക, അതിനാണ് നമ്മൾ ഒബ്ജക്ടിവിറ്റി കേട്ടോ, അതിനാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയാൽ റിസർച്ച് ഒബ്സർവ്സ് ദ ബിഹേവിയർ ഓഫ് സബ്ജക്ട്സ് ഇൻ ദ നാച്ചുറൽ സെറ്റിംഗ്സ് ബട്ട് ദ പാർട്ടിസിപ്പൻസ് ആർ നോട്ട് അവെയർ ദാറ്റ് ദേ ആർ ബീയിങ് ഒബ്സർവ്ഡ് കേട്ടോ. ഇതെന്താണ്, ഇതൊരു മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ്. അവിടെ റിസർച്ചർ എന്താ ചെയ്യുക, ബാക്കിയുള്ളവരുടെ ബിഹേവിയർ ഒക്കെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക. എന്താണ് ഇൻ ദ നാച്ചുറൽ സെറ്റിംഗ് എന്ന് വെച്ചാൽ എവിടെയാണോ ഒരു ഫിനോമിനൻ നടക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഒരു പ്രൊസീജിയർ നടക്കുക ആ സെറ്റിംഗിൽ വെച്ച് തന്നെ റിസർച്ചർ ഒബ്സർവ് ചെയ്യുക അല്ലെ. അവിടെ എന്താണ്, അവിടെ പാർട്ടിസിപ്പൻസ് അറിയുന്നില്ല അവര് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന്. സോ അത് ഏത് ടൈപ്പ് ഒബ്സർവേഷൻ ആണ് എന്നാ ചോദിച്ചേക്കുന്നത്. നോക്കി, ഓപ്ഷൻ എ ഈസ് നോൺ കൺസീൽമെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, ഓപ്ഷൻ ബി കൺസീൽമെന്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പേഷൻ, ഓപ്ഷൻ സി കൺസീൽമെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, ഓപ്ഷൻ ഡി നോൺ കൺസീൽമെന്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പേഷൻ. എന്തായിരിക്കാം കറക്റ്റ് ആൻസർ ആയിട്ട് വരിക?
യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് നോക്കി എന്താണ് കൺസീൽമെന്റ്. കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ നോക്കി നമ്മള് ഒരു ഗ്രൂപ്പ് ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, പക്ഷെ അവര് അത് അറിയുന്നില്ല. മീൻസ് വി ആർ സീലിംഗ് ദ തിങ് അല്ലെ, നമ്മൾ സീല് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മള് എന്താണ് നമ്മൾ അവരറിയാണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അവരെ നിരീക്ഷിക്കുന്നു. അതിനാണ് നമ്മൾ കൺസീൽമെന്റ്. അപ്പൊ സീൽ എന്ന് ഓർത്താൽ മതി. കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീൽ ചെയ്ത് വെക്കുന്നു, പിന്നെ ആർക്കും അത് കാണാൻ കഴിയില്ല, അങ്ങനെ ഓർത്താൽ മതി കൺസീൽമെന്റ്. ആൻഡ് എന്താണ് പാർട്ടിസിപ്പേഷൻ. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് ഇപ്പൊ സപ്പോസ് ഒരു പറഞ്ഞല്ലോ നാച്ചുറൽ സെറ്റിംഗ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഗ്രൂപ്പിലെ മെമ്പർ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ ഒരു അംഗമായിട്ട് നിന്നിട്ട് തന്നെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുക അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയുക, പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം. അപ്പം കൺസീൽമെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കിയാൽ നോ കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് അവിടെ സീൽ ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അവരെ നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്കത് ബോധ്യമാകുന്നുണ്ട്, എന്താണ് അവര് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ബോധ്യമാകുന്നുണ്ട്. അതിനാണ് നമ്മൾ നോൺ കൺസീൽമെന്റ് എന്ന് പറയുക. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ ഒരു മെമ്പറായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അവരെ നിരീക്ഷിക്കുകയാണ് അല്ലെ. ഇതിനാണ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുക. അപ്പൊ ഇതാണ് കൺസീൽമെന്റ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ടേംസിന്റെ മീനിങ് ആയിട്ട് വരിക. നോക്കിയാൽ കൺസീൽമെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കൊവേർട്ട് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇത് എന്താണ്, കൊവേർട്ട്, കവർ ചെയ്ത് വെച്ചു, സീൽ ചെയ്ത് വെച്ചു, വേറെ ആർക്കും അറിയുന്നില്ല, നമ്മൾ അവരെ നിരീക്ഷിക്കുകയാണ് അല്ലെ. അതിനാണ് കൺസീൽമെന്റ് അല്ലെങ്കിൽ കൊവേർട്ട് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുക. പാർട്ടിസിപ്പൻസ് ആർ നോട്ട് അവെയർ ദാൻ ദേ ആർ ബീങ് ഒബ്സർവ്ഡ് അല്ലെ. പാർട്ടിസിപ്പൻസിന് മനസ്സിലാകുന്നില്ല അവരെന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. Then researcher participates in the group or activity while observing others അല്ലെ. അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുമ്പോൾ റിസർച്ചർ എന്താ ചെയ്യുക, ആ ഗ്രൂപ്പിന്റെ കൂടെ തന്നെ ചേർന്ന് അവരുടെ ആക്ടിവിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. എക്സാമ്പിൾ, റിസർച്ചർ ജോയിൻസ് എ ഗ്രൂപ്പ് ആസ് എൻ ഓർഡിനറി മെമ്പർ വിത്തൗട്ട് റിവീലിംഗ് ദിയർ റിസർച്ചർ ഐഡന്റിറ്റി ആൻഡ് ഒബ്സർവ്സ് ദ ഗ്രൂപ്പ് ബിഹേവിയർ അല്ലെ. റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഗ്രൂപ്പിനോട് പറയാണ്ട് അവരുടെ ആക്ടിവിറ്റിയെ നിരീക്ഷിക്കുന്നതിനാണ് നമ്മൾ കൺസീൽമെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റൻസീവ് എക്സ്പ്ലോറേഷൻ ഓഫ് എ സിംഗിൾ എൻറ്റിറ്റി സച്ച് എസ് എ പേഴ്സൺ, ഫാമിലി, ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി ഈസ് കോൾഡ് അല്ലെ. നോക്കിയാൽ എന്താണ് ഇന്റൻസീവ് എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ എൻറ്റിറ്റിയുടെ എക്സ്പ്ലോറേഷൻ നമ്മൾ എന്താണ് പറയുക. ഓപ്ഷൻ ഈസ് ഫിനോമിനോളജിക്കൽ സ്റ്റഡി, ബി ഈസ് എത്നോഗ്രഫി, സി ഈസ് സർവേ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് കേസ് സ്റ്റഡി. എന്താണ് ഇന്റൻസീവ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിംഗിൾ എൻറ്റിറ്റിയെ തന്നെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും, നമ്മളതിനെ കേസ് സ്റ്റഡി എന്ന് പറയും അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി എന്താണ്, കേസ് സ്റ്റഡി അല്ലെ. കേസ് സ്റ്റഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം. ഓക്കെ, കേസ് സ്റ്റഡി എന്താ ചെയ്യുക, പ്രൊവൈഡ്സ് ആൻ ഇന്റൻസീവ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ സിംഗിൾ എൻറ്റിറ്റി ഓർ കേസ് അല്ലെ. ഒറ്റ കാര്യത്തിന്റെ എന്താണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് തരുന്നതിനാണ് കേസ് സ്റ്റഡി എന്ന് പറയുക. എക്സാമ്പിൾ നോക്കിയാൽ, ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് വൺ ഫാമിലി വിത്ത് എ ചൈൽഡ് സഫറിംഗ് ഫ്രം എ റെയർ ജനറ്റിക് ഡിസോർഡർ അല്ലേ. അതായത് ഒരു വളരെ റെയർ ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡർ വന്നിട്ടുള്ള ഒരു കുട്ടിയെ കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതിന് നമ്മൾ എന്ത് പറയും, കേസ് സ്റ്റഡിയുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. എന്താണ് ഫിനോമിനോളജിക്കൽ സ്റ്റഡി എന്ന് പറയുക, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാവേ കേട്ടോ. എക്സ്പ്ലോർസ് ദ ലൈവ്ഡ് എക്സ്പീരിയൻസസ് ആൻഡ് മീനിങ് ഓഫ് എ പെർട്ടിക്കുലർ ഫിനോമിനൻ കേട്ടോ. ഒരു ഫിനോമിനന്റെ ലൈവ്ഡ് എക്സ്പീരിയൻസ്, അതിന്റെ മീനിങ് എക്സ്പ്ലോർ ചെയ്യുന്നതിനാണ് നമ്മൾ ഫിനോമിനോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ, എക്സ്പ്ലോറിംഗ് ദ ലൈവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് പേഷ്യൻസ് അണ്ടർഗോയിങ് ഹീമോഡയാലിസിസ് അല്ലെ. ഹീമോഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുടെ പേഷ്യൻസിന്റെ ലൈവ്ഡ് എക്സ്പീരിയൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്റ്റഡി എന്താണ്, ഫിനോമിനോളജിക്കൽ സ്റ്റഡിക്ക് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ നോക്കിയാൽ എന്താണ്, എത്നോഗ്രഫി അല്ലെ. എത്നോഗ്രഫി എന്താണ്, എത്നോഗ്രഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യമാണ് എന്താണ്, സ്റ്റഡീസ് ദ കൾച്ചർ അല്ലെ. നോക്കിയേ, ഒരു ഗ്രൂപ്പിന്റെ കൾച്ചർ, അവരുടെ സംസ്കാരം, അവരുടെ വിശ്വാസം, ബിലീഫ്, അവരുടെ വാല്യൂസ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് ദ ബിഹേവിയേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് അല്ലെ. ഒരു ഗ്രൂപ്പിന്റെ കൾച്ചർ, ബിലീഫ്സ്, വാല്യൂസ്, പ്രാക്ടീസസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, എത്നോഗ്രഫി എന്ന് പറയും. എക്സാമ്പിൾ, സ്റ്റഡിങ് ദ കൾച്ചറൽ പ്രാക്ടീസസ് റിലേറ്റഡ് ടു ചൈൽഡ് ബർത്ത് ഇൻ എ ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലെ. ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് അവിടെ എന്താ ചെയ്യുന്ന, അവിടെ ചൈൽഡ് ബർത്തിനെ സംബന്ധിക്കുന്ന അവരുടെ കൾച്ചറൽ പ്രാക്ടീസസ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും, നമ്മളതിനെ എത്നോഗ്രഫി അല്ലെ, നമ്മളതിനെ എത്നോഗ്രഫി എന്ന് പറയും. ലാസ്റ്റ് വൺ നോക്കിയാൽ എന്താണ്, സർവേ അല്ലെ. സർവേ നമുക്കറിയാം എന്താണ്, കളക്ട്സ് ഇൻഫോർമേഷൻ ഫ്രം എ ലാർജർ പോപ്പുലേഷൻ അല്ലെ. നോക്കിയേ, ഒരു ലാർജർ പോപ്പുലേഷനിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ലാർജർ സാമ്പിൾസിൽ നിന്നോ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു യൂസിങ് എ ക്വസ്റ്റ്യൻ, ഇന്റർവ്യൂ ഓർ അതർ സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ്സ്. അതിനാണ് നമ്മൾ സർവേ എന്ന് പറയുക. എക്സാമ്പിൾ നോക്കിയാൽ, സർവേയിങ് 500 nurses to assess their knowledge regarding ഇൻഫെക്ഷൻ കൺട്രോൾ. അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരു ക്വസ്റ്റ്യനറോ ഒരു ഇന്റർവ്യൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലാർജർ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, നമ്മളതിനെ സർവേ എന്ന് പറയും എന്ന് ഓർക്കുക. ക്ലിയർ? നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാറ്റിൽ നിന്നുള്ളതാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വാല്യൂ ദാറ്റ് ഇസ് റിപ്പീറ്റിംഗ് ദ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഇൻ എ ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റ. നമുക്ക് നോക്കിയേ, ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ട് എന്നിരിക്കട്ടെ, അതിൽ നോക്കി ആ ഡാറ്റയിൽ നിന്ന് എന്താ ഒരു വാല്യൂ റിപ്പീറ്റ് ചെയ്തു വരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു വരുന്ന മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഏത് ഡേറ്റയാണ് റിപ്പീറ്റ് ചെയ്തു വരിക, ഏത് വാല്യൂ ആണ് റിപ്പീറ്റ് ചെയ്തു വരിക, അതിന് നമ്മൾ എന്താണ് പറയുക? നോക്കിയാൽ ഓപ്ഷൻ ഈസ് മീൻ, ഓപ്ഷൻ ബി ഈസ് മീഡിയൻ, ഓപ്ഷൻ സി ഈസ് മോഡ്, ഓപ്ഷൻ ഡി ഈസ് വേരിയൻസ്. വളരെ സിമ്പിൾ ആയി ലോസിന് അല്ലെ. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? മാക്സിമം നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്താണ്? യെസ്, മോഡ് അല്ലെ. ഓപ്ഷൻ സി മോഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഓപ്ഷൻ സി മോഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം. നോക്കിയാൽ എന്താണ് മോഡ്? വാല്യൂസ് ദാറ്റ് ഒക്കേഴ്സ് ഓർ റിപ്പീറ്റ്സ് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഇൻ എ ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റയിൽ. ഒരു ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റയിൽ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്തു വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. നോക്കിയാൽ ഈ തന്നിരിക്കുന്ന വാല്യൂവിന് ഏതാണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരിക? ഇതാണ്. യെസ്, 3 അല്ലേ. അപ്പൊ ഇവിടെ മോഡ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, 3 ആണ് ഇവിടുത്തെ മോഡ്. ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ മോഡ് എന്ന് പറയുക. ഓക്കെ, രണ്ടാമത്തേത് മീൻ. എന്താണ് മീൻ എന്ന് പറയുക? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, അരിത്മെറ്റിക് ആവറേജ് എന്ന് പറയാറുണ്ടല്ലേ. അപ്പൊ നോക്കി, എല്ലാ ഒബ്സർവേഷൻസിന്റെയും ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ മീൻ എന്ന് പറയൂലേ. എങ്ങനെയാണ് നമുക്ക് ആവറേജ് കിട്ടുക? സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെ. നോക്കി, ഇപ്പം 2, 4, 6 അങ്ങനെ 3 വാല്യൂസ് നമുക്ക് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ 3 എണ്ണത്തിനെയും ആഡ് ചെയ്യുക അല്ലേ. 2 + 4 + 6, അതായത് നമുക്ക് 12 കിട്ടിയല്ലേ. ദെൻ 12 ഡിവൈഡഡ് ബൈ എത്ര വാല്യൂസ് ഉണ്ട്? 3 വാല്യൂസ് അല്ലേ. 12/3 ദാറ്റ് ഈസ് എന്താ 4 ആണ് ഇവിടെ മീൻ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് മീഡിയൻ. മീഡിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്താണെന്ന് അറിയോ? നോക്കിയേ, മിഡിൽ അല്ലേ. നോക്കിയേ, ദ മിഡിൽ വാല്യൂ വെൻ ഡാറ്റ ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. നമുക്ക് നോക്കിയേ, നമുക്കൊരു ഡേറ്റ തന്നിരിക്കുമ്പോൾ അതിനെ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് അതിന്റെ നടുക്ക് വരുന്ന വാല്യൂ എന്താണ്? അതാണ് എന്ത് പറയുക? മീഡിയൻ എന്ന് പറയുന്നത്. നോക്കി, ഇവിടെ 2, 4, 6, 8, 10 അല്ലേ. ഇതിന്റെ ഇത് നോക്കി, ഇത് അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിന്റെ മിഡിൽ വരുന്ന വാല്യൂ അല്ലെ 6 ആണ് എന്താണ് ഇവിടുത്തെ മീഡിയൻ. ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുക. നോക്കിയേ, അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? വേരിയൻസ് അല്ലെ. എന്താണ് വേരിയൻസ് എന്ന് പറയുക? മെഷേഴ്സ് ദ സ്പ്രെഡ് ഓർ വേരിയബിലിറ്റി ഓഫ് ഡേറ്റ അറൌണ്ട് ദ മീൻ. അതായത് നോക്കി, നമുക്കിപ്പോ ഒരു മീൻ വാല്യൂ ഉണ്ടെന്നിരിക്കട്ടെ, ആ മീൻ വാല്യൂവിൽ നിന്ന് ഓരോ ഡേറ്റയും എന്തോരം മാറിയിരിക്കുന്നു അല്ലെ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ ഈ മീൻ നടുക്കുള്ള വാല്യൂവിൽ നിന്ന് എന്തോരം മാറിയിരിക്കുന്നു, അതിനാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഡേറ്റ സെറ്റ് വിത്ത് വാല്യൂസ് ക്ലോസ് ടു ദ മീൻ ഹാസ് ലോ വേരിയൻസ് അല്ലെ. ഇപ്പം മീനിന് അടുത്തിരിക്കുന്ന ക്ലോസ് ചെയ്തിരിക്കുന്ന വാല്യൂസിന് എന്താണ്? വേരിയൻസ് കുറവ് ആണ് എന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ വേരിയൻസിന്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ വേരിയൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുക? വേരിയൻസ് എന്ന് പറയുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നഴ്സിംഗ് റിസർച്ച് സാധാരണ കുട്ടികളൊക്കെ പറയും വളരെ ബുദ്ധിമുട്ടാണ്, പഠിച്ചാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയും. അങ്ങനെയില്ല, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകും. പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയും കേട്ടോ. നമുക്ക് എക്സാമിനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.